ഹായ് ഗൈസ്, അപ്പോൾ നമുക്കൊരു നെയിൽ ആർട്ടിൻ്റെ വീഡിയോ കാണാം. സോ എനിക്ക് ഇഷ്ടമുള്ളൊരു നെയിൽ പെയിൻറ്റ് അടിച്ച് ഓൾറെഡി ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയിൽ ആർട്ടിന് വേണ്ടിയിട്ട് ഡിക്ലേ സ്റ്റിക്കേഴ്സാണിത്. ഇത് ഞാൻ നോർമൽ വാട്ടറിലേക്ക് ഒന്ന് കുറച്ച് നേരം ഡിപ്പ് ചെയ്യാൻ വെക്കുന്നു. അപ്പോൾ അത് ഡിപ്പ് ചെയ്ത് സെപ്പറേറ്റ് ആവുന്നൊരു ടൈമിൽ നമുക്ക് ഏത് നെയിൽസിലാണോ വേണ്ട ആ നെയിൽസിലേക്ക് ഒരു ബേസ് കോട്ട് UV ബേസ് കോട്ട് ഞാൻ അടിച്ച് ഒന്ന് ഡ്രൈ ആക്കുന്നുണ്ട്. ഡ്രൈ ആക്കിയതിന് ശേഷം ഞാൻ ആ സ്റ്റിക്കർ വാട്ടറിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് എടുത്ത് അതിൻ്റെ എക്സസ് വാട്ടറൊക്കെ ഒന്ന് കളഞ്ഞ് ഞാൻ അപ്പോൾ യു വി ടോപ്പ് അടിച്ച് അതിലേക്ക് വെക്കുവാണ്. UV ടോപ്പ് അടിച്ച് വെക്കുമ്പോൾ ആ UV ടോപ്പ് കംപ്ലീറ്റ് ഡ്രൈ ആയിട്ടുണ്ടാവില്ല. അതിലേക്കൊന്ന് ഫിക്സ് ചെയ്ത് ഞാനത് റിമൂവ് ചെയ്യുമ്പോഴത്തേനും കണ്ടില്ല, പ്ലാസ്റ്റിക് അടർന്നു വന്ന് നമുക്ക് അതിൻ്റെ അകത്ത് വേണ്ട ഡിസൈൻ അതിലേക്ക് പ്രോപ്പർ രീതിയിൽ ഫിക്സ് ആവുന്നതായിരിക്കും. വളരെ നമുക്കപ്പം പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. വളരെ നീറ്റായിട്ട് ഫിനിഷ് ചെയ്ത് നമുക്ക് ഈ സാധനം എടുക്കാൻ പറ്റും. അപ്പോൾ അടിപൊളിയായിട്ട് പെട്ടെന്ന് നമുക്ക് ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ഞാൻ അടുത്തത് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇൻഡെക്സ് ഫിംഗറിലേക്കാണ്. ഇൻഡെക്സ് ഫിംഗറിലേക്ക് ഈ കാണുന്ന ഗ്ലിറ്റർ പോലെയുള്ള മൈലേഴ്സാണ്. സോ മൈലേഴ്സ് പ്ലേസ് ചെയ്യാനായിട്ട് ഏത് ഫിംഗറിലാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഫിംഗറിലേക്ക് ഒരു ടോപ്പ് കോട്ടോ അല്ലെങ്കിൽ ബേസ് കോട്ടോ കൊടുക്കാം. ഏതായാലും ഇത് ഉണങ്ങാൻ പാടില്ല. ഉണങ്ങുന്നതിന് മുന്നേ ഇതിലേക്ക് നിങ്ങൾ മൈലേഴ്സ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അറേഞ്ച് ചെയ്യുക. അപ്പോൾ എനിക്കിഷ്ടമുള്ള രീതിയിൽ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അറേഞ്ച് ചെയ്തതിന് ശേഷം എല്ലാ ഫിംഗേഴ്സിലും നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ ടോപ്പ് കോട്ട് UVയുടെ ടോപ്പ് കോട്ട് കൊടുക്കുന്നു. അതിനുശേഷം ഒരു നെയിൽസിന് പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ ഞാൻ ഈ കാണുന്ന ക്യൂട്ടിക്ലോയിൽ അപ്പോൾ 5 ഫിംഗേഴ്സിലേക്കും ഈ ക്യൂട്ടിക്ലോയിൽ അപ്ലൈ ചെയ്ത് അങ്ങനെ നെയിൽ ആർട്ടോടെ ഫിനിഷ് ചെയ്യണം. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നെയിൽ ആർട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ബൈ.